നമഃശിവായ. അമ്മയുടെ സന്ദേശം. അമ്മയുടെ ഉപദേശങ്ങൾക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സമഗ്രമായ പരിവർത്തനം വരുത്തുവാൻ സാധിക്കും. അമ്മ പലപ്പോഴും പറയാറുള്ള ഒരു ഉപദേശത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നാം ആനയെ ആനയായും തവളയെ തവളയായും കാണണം, അല്ലാതെ തവളയെ ആനയായും ആനയെ തവളയായും കാണരുത് എന്ന്. ഈ ഉപദേശം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വെറും തവളയെയും ആനയെയും ആണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അല്ല. ഇതിനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കാം. നാം പലപ്പോഴും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അതായി അയാളായി കാണുന്നില്ല എന്നാണ് ഇതിൻ്റെ സാരം. തവള എന്നാൽ ഒരു കൊച്ചു ജീവിയാണ്. അതിനെ ആനയായി കാണണമെങ്കിൽ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചിരിക്കണം. അതുപോലെ തന്നെ ആനയെ തവളയായി കാണണമെങ്കിലും ഇവിടെ ഇന്ദ്രിയങ്ങളുടെ തകരാറല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനോബുദ്ധികളുടെ നിർണയത്തിൽ വന്ന തകരാറാണ്. നമ്മുടെ മനോബുദ്ധികളുടെ നിർണയത്തിൽ വന്ന തകരാറാണ് ഒരാളെ അയാളായി കാണാൻ സാധിക്കാത്തത്. അതാണ് മനോബുദ്ധികളുടെ നിർണയത്തിൽ വന്ന തകരാറ്. ഒരാളെ അയാളായി കാണാൻ സാധിക്കാത്തത്, അതാണ് മനോബുദ്ധികളുടെ നിർണയത്തിൽ വന്ന തകരാറ്. ഒരനുഭവത്തിലൂടെ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പരിചയമുള്ള ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. വിവാഹത്തിന് മുൻപും തന്നെ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് മൂർച്ഛിച്ചു. മരുമകൾക്ക് അമ്മായിയമ്മയുമായി യോജിച്ചു പോകുവാനാകുന്നില്ല. മകനാകട്ടെ അമ്മയോട് വളരെയധികം അടുപ്പമുള്ളയാളും. നിരന്തരം വഴക്കായി. വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി. ഭർത്താവിന് ബന്ധം ഒഴിഞ്ഞേ പറ്റൂ എന്നായി. ഭാര്യയ്ക്കാകട്ടെ ബന്ധം തുടർന്നു കൊണ്ടുപോകണമെന്നുണ്ട്. എന്നാലും പൊരുത്തപ്പെടുവാൻ സാധിക്കുന്നില്ല. ഭാര്യയുടെ വീട്ടിലായി. ബന്ധം മുറിയാതിരിക്കാൻ അവസാനം ഭാര്യ ക്ഷമ പറഞ്ഞു നോക്കി. അത് വിജയിച്ചു. ഇപ്പോൾ രണ്ടുപേരും വിവാഹബന്ധം തുടർന്നുകൊണ്ട് പോകുന്നു. പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. എങ്കിലും പരസ്പരം കുറവുകൾ മനസ്സിലാക്കിയതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കുന്നു. വിവാഹത്തിനു മുമ്പും രണ്ടുപേർക്കും മറ്റേയാളെക്കുറിച്ച് അമിതമായ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷകൾക്കനുസരിച്ചല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ചറിവുണ്ടായി. താരതമ്യേന ശാന്തിയുമുണ്ടായി. ഇവിടെ ആകെ സംഭവിച്ചിരിക്കുന്നത് രണ്ട് വ്യക്തികളും തങ്ങളുടെ കുറവുകൾ കണ്ടറിഞ്ഞ് പരസ്പരം അംഗീകരിച്ചു സ്വയം തിരുത്താൻ ശ്രമം നടത്തി എന്നത് മാത്രമാണ്. നമ്മുടെ മനസ്സ് വസ്തുതകളെ മനസ്സിലാക്കാതെ പലപ്പോഴും അയഥാർത്ഥമായതിനെ ആരോപിക്കുകയാണ്. ഇല്ലാത്തത് പലതും കാണിച്ചു തരുന്ന മനസ്സ് ഉള്ളതിനെ കാണിച്ചു തരുന്നുമില്ല. നമുക്ക് ഒരാളോട് സ്നേഹം തോന്നുമ്പോൾ അയാളിലുള്ള നല്ല ഗുണങ്ങൾ ശതഗുണീഭവിച്ചു കാണപ്പെടും. പിന്നീട് അയാളോടുള്ള സ്നേഹം കുറയുമ്പോൾ ശതഗുണീഭവിച്ച് കാണുന്നത് ന്യൂനതകളെയാകും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ഗുണങ്ങൾ കാണുന്നതും ദോഷങ്ങൾ കാണുന്നതും മനസ്സാണ്. ആനയെ തവളയാക്കുന്നത് പോലെ, തവളയെ ആനയാക്കുന്നത് പോലെ. ഇതുമൂലം ജീവിതത്തിൽ നമുക്ക് യാഥാർത്ഥ്യ ബോധം ഉണ്ടാകുന്നില്ല. നാം മറ്റുള്ളവരെ പഴി പറഞ്ഞും മറ്റുള്ളവരിൽ കുറ്റം കണ്ടും കാലം തള്ളി നീക്കുന്നു. ഫലമോ ജീവിതത്തിൽ എപ്പോഴും അശാന്തി മാത്രം. നമുക്ക് ചുറ്റും കാണപ്പെടുന്നവരാരും തന്നെ പൂർണ്ണരല്ല. നമ്മളെപ്പോലെ തന്നെ എല്ലാവരിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. മറ്റുള്ളവരെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവർക്ക് നമ്മളിലും ഗുണവും ദോഷവും കാണാൻ സാധിക്കും എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യ സഹജമായ വാസനകൾ എല്ലാവരിലും കാണും എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അമിത പ്രതീക്ഷയുണ്ടാകില്ല. നമ്മൾ തളരില്ല. മറ്റുള്ളവരോട് രമ്യതയോടെ പോകുവാൻ സാധിക്കും. ഇനി ആരെങ്കിലും നമ്മെ ദ്രോഹിക്കുവാൻ ശ്രമിച്ചാൽ
അത് അയാളുടെ അറിവില്ലായ്മയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ക്ഷമിക്കുവാനും സാധിക്കും. നമ്മൾ വൈകാരികമായി പ്രതികരിക്കില്ല. അത് നമ്മെ ദ്രോഹിക്കുവാൻ ശ്രമിക്കുന്നവരിലും മാറ്റമുണ്ടാകും. ഹരി ഓം നമഃ ശിവായ.